Six forces of magnitude 10 kilonewton, 12 kilonewton, 15 kilonewton, സാർ 12 kilo. പറഞ്ഞോളൂ. സാർ മറ്റേ ട്രയാങ്കിളിന്റെ ചെയ്തിട്ടില്ലേ? അതെ, ട്രയാങ്കിളിന്റെ അത് നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, അതിന്റെ പ്രോബ്ലം ഞാനത് നിങ്ങൾക്ക് ഇതിലേക്ക് എന്താ എൻ്റെ പേര് യൂട്യൂബ് ചാനലിലേക്ക് ഇടുന്നതായിരിക്കും. ഓക്കെ, അതിനകത്ത് വീഡിയോസ് അതിൻ്റെ 4 പ്രോബ്ലംസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് ചെന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. 6 forces of magnitude 10 kilonewton, 12 kilonewton, 15 kilonewton, 12 kilonewton, 16 and 10 kilonewton are acting along the sides of a regular hexagon of side 2 meter in order. Find the resultant force and its direction. Find also the position of the resultant with respect to the center of the hexagon. Question എഴുതിയോ? Okay, I think you have completed. Okay, ഇത് ട്രയാങ്കിളിൻ്റെ അതേ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ചെയ്യാം ഇപ്പം തന്നെ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ യു വിൽ സി വാട്ട് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. 6 forces of magnitude 10, 12, 15, 12, 16, 10 are acting along the sides of a regular hexagon. Regular hexagon means a hexagon is a closed figure with 6 sides, അല്ലേ? 6 sides ഉള്ള ഒരു ക്ലോസ്ഡ് ഫിഗറിനെയാണ് നമ്മൾ എന്താ പറയുക, ഹെക്സഗൺ എന്ന് പറയുന്നത്. റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദെൻ ഓൾ സൈഡ്സ് ആർ ഈക്വൽ, അല്ലേ? ഓൾ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതിൻ്റെ കുറേ പ്രത്യേകതകൾ നമുക്കറിയാം, അല്ലേ? റെഗുലർ ഹെക്സഗൺ. ഇനി അതിൻ്റെ സൈഡ്, ഈച്ച് സൈഡ് എത്രയാണ്? 2 മീറ്റർ ഇൻ ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് എന്തായിരിക്കും? അതായത് ഇപ്പോൾ സപ്പോസ് ഇങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഫോഴ്സ് ഇങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഫോഴ്സ് വിൽ ബി ലൈക്ക് ദിസ്, തേർഡ് ഫോഴ്സ് വിൽ ബി ലൈക്ക് ദിസ്, the fourth force, fifth force and sixth force. ഇങ്ങനെ ആക്ട് ചെയ്യുന്നതായിരിക്കും ഫോഴ്സസ്. ഏതൊക്കെയാണ്? 10 kilonewton, 12 kilonewton, 15 kilonewton, 12 kilonewton, 16 and 10. Then each side is 2 meter. Now find the resultant of the forces and its direction. So resultant R and its direction with respect to the center of the hexagon. Let the center be O. അങ്ങനെയാണെങ്കിൽ സെൻറ്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറി, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട വേറെ എന്തൊക്കെയാണ്? ആൽഫ എത്ര ഡിഗ്രിയാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ അതേപോലെ എക്സ് കണ്ടുപിടിക്കുമ്പം വിത്ത് റെസ്പെക്ട് O എന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് നമ്മൾ എന്താണ്, O നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറി അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വി ഹാവ് ടു ചൂസ് സിഗ്മ എം എബൌട്ട് O. മൊമെന്റ് കണ്ടുപിടിക്കുമ്പം എന്താണ് ചെയ്യേണ്ടത്? വിത്ത് റെസ്പെക്ട് ടു O നമ്മൾ ചെയ്യണം. ബാക്കിയെല്ലാം സെയിം. എന്താണ്? സിഗ്മ എഫ് എക്സ്
ഈക്വൽ ടു സിഗ്മ എഫ് വൈ ഈക്വൽ ടു ബാക്കിയെല്ലാം അതേപോലെ കണ്ടുപിടിക്കണം. ഇതാണ് അതിൻ്റെ ഫിഗറും വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. This is the figure. So please take down the figure. These are the forces. First force is 10 kilonewton, then 12 kilonewton, 15, 12, 16, 10. വേഗം ഒന്ന് വരച്ചെടുത്തോ ഫിഗർ. ഇനി നമുക്കറിയാം ഇതിൻ്റെ ആംഗിൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതെല്ലാം സെയിം ആംഗിൾസ് ആയിരിക്കും അല്ലേ? ഇതൊക്കെ സെയിം ആംഗിൾസ് ആയിരിക്കും. ഒരു എന്താണ് 120 ആണ് വരിക, ഈച്ച് ആംഗിൾ 120. അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദിസ് ഈസ് 60, 60 ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വി ക്യാൻ റൈറ്റ് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു starting from 10 plus 12 cos 60 minus 15 cos 60 minus 12 minus 16 cos 60 plus 10 cos 60 is equal to minus 6.5 Newton. Then sigma Fy equal to 12 sin 60 plus 15 sin 60 minus 16 sin 60 minus 10 sin 60 is equal to 866 Newton. So here you get a negative value and here you get a positive value. So x is negative, so the figure will be like this. Sigma fx is sigma fx and sigma fy in the positive direction. Fy, then the resultant will be between these two. And the angle alpha with the x-axis. Now capital R equal to root of sigma fx square plus sigma fy square equal to, substitute the value and find the value, kandupidiക്കുക. Then tan alpha equal to absolute value of sigma fy by sigma fx equal to, implies alpha equal to tan inverse that value
and you will get the value, one particular value. ഒന്ന് കണ്ടുപിടിച്ചേ. Okay, so what is the value for R, capital R? Yes. And alpha? Alpha. Value for R is 6.5574 and for kilonewton. And the value for alpha is 7.59 degree. Okay. Okay. Now we have to find the moment about the point O, because the question is asked for the find the resultant about the point O or the about the center point. So we are considering the moment about the point O. So sigma m about O will be equal to, so in order to find that, we have 6 set of forces, this one, this one, this one, and these 6 forces, and none of which is acting through the point O. അതായത് ഓയിക്കൂടെ ഒരെണ്ണം പാസ് ചെയ്യുന്നില്ല അല്ലേ, എല്ലാം മറ്റേ പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഇങ്ങനെ ഒരു സെയിം ഡിസ്റ്റൻസിലാണ് ഇങ്ങനെ പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് വിൽ സി the perpendicular distance for the first force, that is 10 kilonewton, will be like this, and for the 12 kilonewton will be like this, and 15 kilonewton will be like this, for the 12 kilonewton will be like this. Each distance will be same. Now how you can find this distance? So in order to find that distance, you can consider a triangle like this, like okay, so let it be A, B, and C. Then in this triangle, you can draw here. This triangle is a equilateral triangle.
because this is 60, this is 60, then automatically this will be also 60 degree. So this will be a equilateral triangle, and the side length is given, that is 2 meter. So here it is 2 meter, here also 2 meter, and if we consider this line, middle line, we want to find the length, this OC. This particular length is the perpendicular distance for all forces. You can see here, right? So in order to find that, we can consider any small triangle, that is OAC. So in that triangle, this is 60 degree. We have to find OC, and we know OA as 2 meter. So we can relate like that. That is opposite side and hypotenuse. So sine theta sine 60 equal to opposite side, that is OC by OA, that is 2. So OC will be equal to 2 sine 60, or it is equal to 1.732 meter. So each force will be at a distance 1.732 from the midpoint. Okay, so in that manner we can find the moment. So moment of this particular force about O will be equal to 10 kilonewton into 1.732, which will be in the clockwise, which is making a clockwise moment. Then 12 kilonewton, it is at a distance 1.732. So 12 into 1.732, which is also a clockwise, sorry, counterclockwise direction. This also every force are making a counterclockwise moment. So we can write sigma m about O as minus because it is making a counterclockwise moment. The first force 10 into 1.732, next counterclockwise moment due to 12 kilonewton, which is also at a distance 1.732. Next counterclockwise moment of 15 kilonewton, which is at a distance 1.732, and likewise each forces. So altogether you will get a value that is minus 129.9038, and the unit is force in the unit kilonewton, distance in the unit meter, so the unit will be kilonewton meter. So this is the moment about O. Now we will write, നമ്മൾ പറഞ്ഞു ഇതിൻ്റെയും നമ്മൾ എന്താ പറയുക സൈൻ നോക്കിയിട്ട് നമ്മൾ എഴുതും എന്താണ്, either it is clockwise or counterclockwise. Here it is negative, so we can write as 129.9038 kilonewton meter in the counterclockwise direction. നെഗറ്റീവ് മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതും ഇതിൻ്റെ വാല്യൂ, വിച്ച് ഇസ് ഇൻ ദ counterclockwise direction. ഓക്കെ, ഇനി എന്തായിരുന്നു, നമുക്ക് ഇപ്പം സിഗ്മ എഫ് എക്സ് കണ്ടുപിടിച്ചു, സിഗ്മ എഫ് വൈ കണ്ടുപിടിച്ചു, ആർ കണ്ടുപിടിച്ചു, ആൽഫ കണ്ടുപിടിച്ചു, ദെൻ സിഗ്മ എം കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, വി ആർ ഇക്വേറ്റിംഗ് എം ഈക്വൽ ടു ആർ ഇൻറ്റു എക്സ് അല്ലേ. അപ്പോൾ സിഗ്മ എം ഈക്വൽ ടു ആർ ഇൻറ്റു എക്സ് ഇംപ്ലൈസ് എമ്മിൻ്റെ വാല്യൂ എന്തായിരുന്നു, 129.9038, which is equal to R into R is 6.5574 into X
വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എത്രയാണ്? 19.81 മീറ്റർ. ഇങ്ങനൊരു വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ദിസ് ഈസ് ഹൗ യു ഹാവ് ടു സോൾവ് ദ ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റെപ്പ് വന്നത്? ആദ്യം നമ്മൾ ആ ഫിഗർ വരയ്ക്കും. ദെൻ ഇതിൻ്റെ ആംഗിൾസ് ഒക്കെ ഡിഫൈൻ ചെയ്ത് കൊടുത്തു. ദെൻ first of all you have to find the values for sigma fx, sigma fy, then r equal to root of sigma fx square plus fy square, then the direction, that is alpha. So you have to draw the figure considering the signs. സൈൻ കൺസിഡർ ചെയ്തിട്ട് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് നോക്കി അതിനനുസരിച്ച് ഈ ഒരു ഫിഗർ വരച്ചു. ഇവിടെ നമ്മൾ ആൽഫ അതുപോലെ ആറൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കും. എന്നിട്ട് എന്താണ്? ടാൻ ആൽഫ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ്. അവിടുന്ന് എന്താണ്? ആൽഫ കണ്ടുപിടിച്ചു. ആൽഫ നമുക്ക് എത്ര കിട്ടിയത്? 7.59. ദെൻ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? എന്താണ്? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ടൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ സെൻറ്റർ പോയിന്റ്. ഇപ്പോൾ സെൻറ്റർ പോയിന്റിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ നെഗറ്റീവ് വന്നു. നെഗറ്റീവ് വരാൻ കാരണം എന്തായിരുന്നു? നെഗറ്റീവ്. ഇതെല്ലാം കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 10 കിലോമീറ്റർ ആണെങ്കിൽ എന്താണ്? ഈ ഒരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേറ്റിംഗ്. 12 കിലോമീറ്റർ 15 ഇതെല്ലാം അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം അറ്റ് എ ഡിസ്റ്റൻസ്, ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആണ് OC. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളിങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അതുപയോഗിച്ച് ട്രിഗ്നോമെട്രിക് റിലേഷൻസ് ഉപയോഗിച്ച് നമുക്ക് കിട്ടി എന്താണ്? 1.732. ആൻഡ് യൂസിങ് ദാറ്റ് വാല്യൂ വി ഹാവ് ടു ഫൈൻഡ് ദ മൊമെൻറ്റ് at the about the point O. Then using Varignon's theorem we will relate as sigma m equal to r into x, and from there we will find the value x. ഇത്രയും വരെ ചെയ്യുക. വേഗം ഒന്ന് ചെയ്തേ. ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എക്സ് എന്താ? ഇവിടെ എക്സ് എന്താന്നല്ലേ? എക്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പം O എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഇപ്പം O എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ആണോ ഉള്ളത്? ഓക്കെ, അപ്പോൾ O ഇന്ന് റിസൾട്ടൻറ്റിൻ്റെ നമ്മൾ പറഞ്ഞു റിസൾട്ടൻ്റ് ഈ ഒരു ഡയറക്ഷൻ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. അറ്റ് എ ഡിസ്റ്റൻസ് സംതിങ് എവിടെയോ ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഓയ്ക്കകത്ത് തന്നെ അല്ല റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത്. ഓയിന്ന് എത്രയോ മാറിയിട്ടാണ് റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഒന്നുകിൽ റിസൾട്ടൻ്റ് ഇങ്ങനെ ആയിരിക്കും ആക്ട് ചെയ്യുക, ഇത്രയും ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. എക്സ് ഡിസ്റ്റൻസ് മാറിയായിരിക്കും. ഓയിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ആർ ആക്ട് ചെയ്യുന്നത്. അത് ഒന്നുകിൽ ഈ സൈഡിലാവാം അല്ലെങ്കിൽ ഈ സൈഡിലാവാം. ഇതിലേതായിരിക്കും കറക്റ്റ്? ഈ പറഞ്ഞ റൈറ്റ് സൈഡിലുള്ളതാണോ അതോ ലെഫ്റ്റ് സൈഡിലുള്ളതാണോ? എങ്ങനെയാണ് നമ്മൾ അറിയുക? അതിനൊരു ചെറിയ വഴിയുണ്ട്. അതായത് എബൌട്ട് O ആണ്. ഇപ്പോൾ ആർ ഈ പോയിന്റിലാണെങ്കിൽ, ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ എന്തായിരിക്കും? ഈ ആറ് കാരണം ഉണ്ടാകുന്ന മൊമെൻ്റ് എങ്ങനെയായിരിക്കും? കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിരിക്കും അല്ലേ? കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഈ പറഞ്ഞ ആറ് കൊണ്ടുണ്ടാകുന്ന മൊമെൻ്റ് എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ? പക്ഷേ നമുക്കിപ്പം ക്വസ്റ്റ്യനിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആൻസർ എങ്ങനെയാണ് കിട്ടിയത്? നമുക്കൊരു നെഗറ്റീവ്, അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് അല്ലേ? കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയതുകൊണ്ട് ഇതാണ് അതിൻ്റെ കറക്റ്റ് ഫിഗർ. അതായത് ഇത് തെറ്റാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? O ഇന്ന് എക്സ് ഡിസ്റ്റൻസ് മാറി. അതായത് ഈ പറഞ്ഞ O ഇന്ന് ഒരു
എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുക. റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയാണ്, ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടാവും. റിസൾട്ടൻ്റ് ആർ വിച്ച് ഈസ് അറ്റ് ആൻ ആംഗിൾ എന്താണ് ആൽഫ. ആൽഫ എത്ര വന്നേക്കുന്നത് നമുക്ക് 7.59 അല്ലേ, 7.59 ഡിഗ്രിയിൽ ചരിഞ്ഞിട്ട് ഇനി ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് ആണ് പറഞ്ഞേക്കുന്നത്. എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതാണ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടിയത് നമുക്ക് 19.81. 19.81 ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇന്നലത്തെ പ്രോബ്ലംസ് മറ്റേ ട്രയാങ്കിളിൻ്റെ പ്രോബ്ലം ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ പാടെ ഇതിൻ്റെ വീഡിയോൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് EST100, STM2, EST100 പാർട്ട് 1 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജനറൽ ഒരു നെയിമിങ് കൊടുത്തിട്ട് കൊടുക്കുന്ന ലെക്ചേഴ്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൻ്റെ ലെക്ചേഴ്സാണ്. അല്ലാത്തതിനൊക്കെ ഞാൻ അല്ലാതെ സിമ്പിൾ ആയിട്ടുള്ളൊരു പേരായിരിക്കും കൊടുത്തേക്കുക, ആ ഓർഡറിൽ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഓരോ പ്രോബ്ലം ബൈ പ്രോബ്ലമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ മുമ്പത്തെ ട്രയാങ്കിളിൻ്റെ പ്രോബ്ലംസ്, അതേപോലെ ലാഡറിൻ്റെ ഒരു 3 പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ എക്സ്ട്രാ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെന്തായാലും ദയവ് ചെയ്ത് നിങ്ങളത് നോക്കുക, അത് ഒരു വട്ടം ഒന്ന് കാണുക. ക്വസ്റ്റ്യനൊക്കെ അതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് അതേപോലെ തന്നെ അസൈൻമെൻറ്റ് ബുക്കിലേക്ക് എഴുതുക. അസൈൻമെൻറ്റ് ബുക്കിലേക്ക് എഴുതാൻ മറക്കരുത്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒരുമിച്ച് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അതേപോലെ നമുക്ക് ഒരു മോഡ്യൂൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. അത് ഞാൻ പറയാം, ഡേറ്റ് പറയാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓരോ മോഡ്യൂളിനും. ഓക്കെ, നിങ്ങളുടെ അറ്റൻഡൻസ് എടുത്തേക്കാം. എഴുതി കഴിഞ്ഞോ? x = 19.81 കിട്ടിയോ എല്ലാവർക്കും? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിഹാരിക, ഇപ്പോൾ എക്സ് ക്ലിയർ ആയില്ലേ? എക്സ് എന്താന്നുള്ളത്? ഓക്കെ 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 ഫൈൻ. അപ്പം നിങ്ങളുടെ അറ്റൻഡൻസ് അങ്ങ് എടുത്തേക്കാം. ഇപ്പം ബ്രേക്ക് നഷ്ടപ്പെടേണ്ട.